ഇതിൻ്റെ തൊട്ട് ഇടതും വലതും ഇരിക്കുന്ന രണ്ട് സൈഡിലും പുതിയ റെസ്റ്റോറൻറ്റ് വന്നു കേട്ടോ. അതായത് ഒന്ന് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റും ഈ കാണുന്ന ബംഗ്ലാദേശ് മുന്നേ ഉണ്ട്, എന്നാലും ഇത് രണ്ടും ഇപ്പോൾ പുതിയതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മലയാളികൾ എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങാനായിട്ട് നിൽക്കും, അടുത്ത ആളുകൾ വന്നിട്ട് അവിടെ കച്ചവടം തുടങ്ങാനായിട്ട്. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. ചൂട് കൂടി എന്നുള്ളതിന് നല്ലൊരു തെളിവുണ്ടോ? ആ കാണുന്ന മരം കണ്ടോ, ഉണങ്ങി ചുഴുങ്ങി ഒരു പരുവായി കേട്ടോ. പിന്നെ ഒരു മാസത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. യെസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ മുതലാളി അമ്മയെ കൊണ്ട് ജോലിക്കൊക്കെ വിട്ടതിന് ശേഷം നമുക്കൊരു ചെറിയ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കണ്ടടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷവറില്ലേ, ബാത്റൂമിൻ്റെ ഷവർ കണക്ട് ചെയ്യുന്ന പൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ മലാസിലെ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല കേട്ടോ. അവിടെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ചു, 2 റൗണ്ട് അടിച്ചു. അവിടെ ഒരു 5 വണ്ടി പാർക്ക് ചെയ്യാം ലൈനിൽ നേരെ. ആ 5 വണ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം പോയാൽ മാത്രമേ 6ാമത്തെ വണ്ടി അവിടെ കൊണ്ടിടാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ കൊണ്ടിട്ടിട്ട് ഡിക്കിയൊക്കെ തുറന്ന് വെച്ച് 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് കടയിലോട്ട് കയറാനായിട്ട് നിന്നപ്പോഴത്തേക്കും പോലീസ് വണ്ടി വന്നു കേട്ടോ. ഭാഗ്യത്തിന് ഒരു ഫൈനൊന്നും അടിച്ചില്ല, ഒരു ഹോൺ അടിച്ചു. ഹോൺ അടിച്ചിട്ട് അപ്പോൾ 2 പേർ, ഞാനുണ്ടായിരുന്ന വേറെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരും നമ്മൾ 2 പേരും വെളിയിലോട്ട് ഇറങ്ങി വന്നു. ഞാൻ വിചാരിച്ച് കഴിഞ്ഞു, ഫൈൻ അടിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ പോലീസുകാരിങ്ങനെ കുനിഞ്ഞിങ്ങനെ ക്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു എടുത്ത് മാറ്റൂ എന്നുള്ള രീതിക്ക് കൈ ഇങ്ങനെ കാണിച്ചു കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത ആദ്യം വണ്ടി എടുത്തിട്ട് ഒരു റൗണ്ട് അടിച്ച് കറങ്ങി. അവിടെ ഇന്ന് വണ്ടി ഇടാൻ സ്ഥലമല്ലേ, എങ്ങനെയാണോ അത് ആളുകൾ വന്നിട്ട് സാധനം വാങ്ങിയിട്ട് പോകണം എനിക്കറിയാൻ വയ്യ. അപ്പോഴത് ഒരു കുറേ നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് വണ്ടി കൊണ്ട് പിന്നെ വേറെ കുറച്ച് ദൂരെ കൊണ്ടിട്ടിട്ട് നടന്ന് വന്നിട്ട് തയ്യൊരു സാധനം വാങ്ങിയിട്ട് പോയി കേട്ടോ. അതാണ് ഇന്നിപ്പോൾ ഇതുവരെ സംഭവിച്ചത്. സമയം വന്നിട്ട് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 11:49 11:50 നമ്മൾ തിരിച്ച് നമ്മളെ എക്സിറ്റ് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫഹദ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ്. രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഓഫീസിൽ പോയിട്ട് അതുവഴിയാണ് പോയതുകൊണ്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. മാത്രമല്ല അവിടെ കടകളൊന്നും മലയാളി ഹോട്ടലിലൊന്നും ഞാൻ കയറിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കേട്ടോ. വണ്ടി നമുക്ക് പാർക്കിങ്ങും സ്ഥലമില്ല, പിന്നെ അതേപോലെ തന്നെ ഫുൾ ട്രാഫിക്. എന്തോ ഏരിയ ആണെന്ന് അറിയാമെന്നില്ല. അപ്പോൾ എക്സിറ്റ് 16 നിൽക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര നമ്മൾ ഇതൊന്നും ഇവിടുത്തെ ട്രാഫിക് ഇവിടെ നിന്ന് അത്ര ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിഗ്നൽ അടുത്തുണ്ട്, പക്ഷേ 16, 17 അങ്ങോട്ടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം വിട്ട ട്രാഫിക് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം വണ്ടി തന്നെ വച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോഴത്തേക്കും കൊടുത്താൽ മതി. നമുക്ക് പോയിട്ട് ചോറ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് മാത്രമല്ല കുറേ നാളായി നമ്മൾ നാടൻ ചോറൊക്കെ കഴിച്ചു. നമ്മൾ റൂമിൽ വെച്ച് കഴിക്കും, പക്ഷേ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഊണ് നിർബന്ധമാണ്. കടയിൽ പോയിട്ട് ഒരു ഊണ്, ഒരു ബിരിയാണി വെള്ളിയാഴ്ച, ഊണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകാനായിട്ട് അബഹയിൽ പോകാനായിട്ട് ഇനി ഒരു 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നോക്കാം എന്തായാലും. ഇപ്പോൾ പോയിട്ട് ഇനിയിപ്പോൾ കുക്കിംഗ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉത്തമി പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് പോയിട്ട് 2 ദിവസം എങ്ങനെയെങ്കിലും കടയിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ള രീതിക്ക് നിൽക്കുന്നു കേട്ടോ. മാത്രമല്ല വെള്ളം കുടിച്ചോളാൻ വയ്യ, ചുണ്ടൊക്കെ വരണ്ടിട്ട് ഒരു പരിവായി. അപ്പം നേരെ പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരു അറബി ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കി ചിരിച്ചോണ്ട് വരും. അപ്പോൾ പുള്ളി അവിടെ പോയി നിന്നിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇന്നത്തെ ദിവസം പകുതി തന്നെ കഴിഞ്ഞ്, ബാക്കിയുള്ള ദിവസം നോക്കാം. വെയിൽ വന്നിട്ട് നല്ല രീതിക്ക് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. പക്ഷേ ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 44 കാണിക്കുന്നത്. പക്ഷേ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മാതിരി ചൂട്. ഈ ടെമ്പറേച്ചർ 44 ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എത്രയാണെന്ന്. ഇന്നലത്തെക്കാട്ടിയും ചൂടാണ് ഇന്നെന്ന് തോന്നുന്നു കേട്ടോ. മാത്രം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺ. അയ്യോ സംഭവം. അപ്പോൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയൊന്നും പാർക്കിംഗ് കിട്ടത്തില്ലെന്ന് വെച്ചിട്ടാണ് കുറച്ച് ദൂരത്തിട്ടത്. കുഴപ്പമില്ല, നമ്മളെ കട തന്നെ നേരെ കാണുന്ന റോസ് കളർ. അപ്പോഴേ ഓറഞ്ച് ആണെന്ന് അറിയാൻ പറ്റില്ല, റോസാണെന്ന് പറയാം. ഇതിൻ്റെ തൊട്ട് ഇടതും വലതും ഇരിക്കുന്ന രണ്ട് സൈഡിലും പുതിയ റെസ്റ്റോറൻറ്റ് വന്നു കേട്ടോ. അതായത് ഒന്ന് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റും ഈ കാണുന്ന ബംഗ്ലാദേശ് മുന്നേ ഉണ്ട്, എന്നാലും ഇത് രണ്ടും ഇപ്പോൾ പുതിയതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മലയാളികൾ എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങാനായിട്ട് നിൽക്കും, അടുത്ത ആളുകൾ വന്നിട്ട് അവിടെ കച്ചവടം തുടങ്ങാനായിട്ട്. അത് അത്യാവശ്യം കച്ചവടമുള്ള ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ചോറ് കഴിക്കാം. വെയിലടിച്ച് കയറുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ച അറബിയാണ് കേട്ടോ അങ്ങ് നടന്നു വരുന്നത്. അപ്പോഴെന്തായാലും പോയിട്ട് ചോറ് കഴിച്ചിട്ട് കാണാം.
അപ്പോൾ നമുക്കുള്ള ഊണ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഊണ്, പപ്പടം, പിന്നെ അതാണ് തന്നെ അച്ചാറ്, മീൻകറി, പരിപ്പ് കറി, സാമ്പാർ, ഏകപ്പെട്ട സാധനങ്ങളുണ്ട്. ഒരു പൊരിച്ച മീനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഒരു ക്യാൻ വെള്ളവും കൂടെ എടുക്കാം. ഇവിടെ നിന്ന് തന്നെ വെള്ളമുണ്ട്, വെള്ളം എടുത്തിട്ട് പോവാം. തൊട്ടടുത്ത് തന്നെ ബക്കാലുള്ളത് അത്ര എളുപ്പമായിട്ടോ. ഒരൊറ്റ പാർക്കിങ്ങിൽ തന്നെ വണ്ടി ഇട്ടാൽ മതിയില്ല. നമുക്ക് വേണ്ടുന്നത് നമ്മൾ സ്ഥിരം എടുക്കുന്ന വെള്ളം കഴിഞ്ഞു, പുതിയ ബോട്ടിലേ ഉള്ളൂ. അയ്യോ, വില കൂടുതലാണല്ലോ ഇത്. എന്തായാലും ഇതെടുക്കാം. എടുത്തിട്ട് നമുക്ക് നേരെ റൂമിൽ കൊണ്ടുവയ്ക്കാം. ഫൈനലി നമ്മൾ റൂമിൻ്റെ വെളി എത്തിയിട്ട് അപ്പം നമുക്ക് അടുത്ത പരിപാടി ഈ വെള്ളം കൊണ്ട് റൂമിൽ വയ്ക്കണം. നല്ല ചൂടായിരിക്കുന്നുണ്ട് ഈ വെള്ളം. ഇതിനി കൊണ്ട് വെച്ചിട്ട് കുപ്പിയിലെടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കണം, എന്നാലേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ 8 റിയാലായിരുന്നുണ്ട്, ഇപ്പോൾ 8.50 ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വില കൂട്ടിയെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു ചൂട് സമയമായിട്ട് വില കൂട്ടിയതായിരിക്കണം. എനിവേ നിങ്ങൾ അവിടെ ഇതിന് എത്ര രൂപയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് കണ്ടോ ഫുൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഗ്ലാസ്സിൽ നിന്ന് നേരിട്ടത് അവിടെ എല്ലാം വെയിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിയറിങ്ങിലൊന്നും തൊട്ടാൻ പറ്റാത്തത്ര ചൂടാകും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ എല്ലാം കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡ്യൂട്ടി പോകുന്ന സമയത്ത് ഓടി ഒന്ന് കയറാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക്. എന്തായാലും സമയം വന്നിട്ട് 12:36 മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. നമ്മൾ ഇനി നേരെ അടുത്ത ഡ്യൂട്ടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:16 കേട്ടോ. അതായത് 3 മണി അടുപ്പിച്ച് നമുക്ക് ഓഫീസിൽ എത്തേണ്ടിയിരിക്കുന്നു. നയതന്ത്ര കാര്യാലയത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. 3 hours later. അപ്പോൾ കൂട്ടുകാർ സമയം വന്നിട്ട് 3:42 കേട്ടോ. അപ്പം മുതലാളി അമ്മയെ കൊണ്ട് വീട്ടിലാക്കിയപ്പോഴത്തേക്കും ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തന്നിട്ട് പറഞ്ഞ് ഓടിപ്പോയി സാധനം മേടിച്ചിട്ട് വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയാറ്, കൂസ, പിന്നെ ടോസ്റ്റ്, യോഗട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ. അപ്പോൾ ഒത്തേമല്ലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വന്ന് കയറി വീട്ടിലോട്ട് റൂമിലോട്ടൊന്ന് കയറി വെള്ളം കുടിക്കാമെന്ന് വെച്ചപ്പോൾ തന്നെ അടുത്ത ലിസ്റ്റ് അങ്ങ് അയച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന കാര്യം വലിയ കഷ്ടപ്പാടാണ്. എന്ന് വെച്ചാൽ ചൂടും കൂടെ ആയതുകൊണ്ട് കാറിൽ നിന്ന് ഇപ്പോഴാകുമ്പം കുറച്ച് നേരം കൊണ്ട് വണ്ടി ഓടുന്നുണ്ട്. ആ ഒരു AC വർക്കൗട്ടാണ്. പിന്നെ വണ്ടി നിർത്തിയിട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും ചൂട് കൂടും. അപ്പോൾ എന്തായാലും വിചാരിച്ചു പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉത്തയമാളിൽ പോയി സാധനം എടുക്കുന്ന നേരത്ത് കാണാം. ഇപ്പോഴും പോയി നമുക്ക് സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. തൽക്കാലം വണ്ടിയുടെ AC ഒക്കെ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോഴും നമുക്ക് നേരെ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ കിയാറായിരിക്കുന്ന കിയാർ കണ്ടില്ല, 5.95 അതൊരു 10 വേണം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂസ. അപ്പോൾ പലർക്കും അറിഞ്ഞിട്ടില്ല കൂസ എന്താ. ഇതാണ് കൂസ, ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ കൂസ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വേണം ഒരു 10. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ്, അതായത് മല്ലിയല്ല, അതായത് നമ്മൾ അറബിൽ പറയുന്നത് ഹുസ്ബുറ എന്ന് പറയും കേട്ടോ, അത് ഒരെണ്ണം വേണം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബാത്തി, അതായത് തൈര്, യോഗട്ട്. അപ്പോൾ യോഗട്ടും എടുത്ത് ഒരു ബോക്സ്. ഇനി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ്റ്റ് അല്ലെങ്കിൽ ബ്രെഡ്, നമ്മുടെ നാട്ടിലത്തെ പനിക്കുള്ള ബ്രെഡ്, അത് തന്നെ സംഭവം, അതും വേണം ഒരു ബോക്സ്, അതും എടുത്തു. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ സഗീർ സാമൂലി, ചെറിയ സാമൂലി കേട്ടോ. നമ്മൾ സ്ഥിരം മേടിക്കുന്ന കമ്പനി ഇവിടെ ഉണ്ടല്ലോ, യെസ്, അതും വേണം ഒരെണ്ണം. അപ്പോൾ അതും നമ്മളെടുത്തു. ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് കേട്ടോ ഒരു സാധനം, ഒരെണ്ണം നമ്മൾ മറന്നുപോയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബൻ, ഒരു കവർ ലബൻ, അതായത് ഒരു കുപ്പി ലബനും എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി ബില്ലടിച്ചിട്ട് നേരെ പോവാം. 2 hours later. നമ്മുടെ സമയം വന്നിട്ട് 6:55 ആയപ്പോഴത്തേക്കും എന്താ ഓട്ടോ ഒന്നും വരാത്തതെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ആ ഓട്ടം വന്നിട്ടുണ്ട്. ഒരാളെ അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് സാധനം എടുത്തിട്ട് വരാനാണ് കേട്ടോ. എക്സിറ്റ് 18 വീട്. ഇപ്പോഴും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനി ഇങ്ങോട്ടുള്ള വീഡിയോ ക്ലിയർ കാണത്തില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാൻ പോകുന്നു. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടോ. അതാ ഈ ബിൽഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. 1 മണിക്കൂറോളം എടുത്തു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:50 ഇപ്പം എന്താ 7:50 അടുപ്പിച്ചായിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഫ്ലാറ്റാണ് കേട്ടോ. പോയിട്ട് 3rd ഫ്ലോറിൽ പോകണം, പോയിട്ട് വരാം. ഫൈനലി നമുക്കുള്ള സാധനം കിട്ടി കേട്ടോ. എന്തോ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇത് കൊണ്ടു കൊടുക്കാം. മാത്രമല്ല ഇനി 1 മണിക്കൂറോളം ഉണ്ട് കേട്ടോ അവിടെ നേരെ തിരിച്ചോടിയെത്താനായിട്ട്. ഭയങ്കര ട്രാഫിക്ക്, അതാ സംഭവിച്ചത്. അല്ലെ കുറച്ചുകൂടെയൊക്കെ മുന്നേ എത്താന്ന്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 30 മിനിറ്റത്തെ ഓട്ടം തികച്ചില്ലാത്തതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അയ്യോ. അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെത്തിയിട്ട് കാണാം. സമയം വന്നിട്ട് 8:55 ആയപ്പോഴത്തേക്കും നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ മേടിക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന ബാഗ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്, അത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്.
വീട്ടിൽ പോയിട്ടില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ട് വന്ന സാധനം എന്തോ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അത് കൊണ്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇത് എനിക്ക് മേടിച്ചിട്ട് വരാൻ. അപ്പോൾ ഇതുകൂടെ മേടിച്ചിട്ട് അതുവഴി അങ്ങ് പോകാമെന്ന് വെച്ചു. മാത്രമല്ല പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നൽ കണ്ടോ, ട്രാഫിക് ഉണ്ടോ, എന്ത് തിരക്കാണെന്ന് നോക്കിയാൽ 1 മണിക്കൂറോളം എടുത്തോട്ടെ ഇവിടെ ഓടി എത്താനായിട്ട്. എനിവേ അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് പ്ലാസ്റ്റിക് കവറും മേടിച്ച് കൊടുത്തിട്ട് 9:30 നമുക്കൊരു ലൊക്കേഷൻ തന്നിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ പോകണം. അവിടെ പോയിട്ട് ഇന്നലെ ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് വലിയൊരു പാത്രത്തിൽ. അപ്പോൾ അത് തിരിച്ചുകൊണ്ട് കൊടുക്കാനായിട്ടാണ്. എനിവേ അപ്പോഴേ നമുക്കകത്ത് പോയ പ്ലാസ്റ്റിക് കവറും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഇപ്പോഴും ചൂട് കൂടുതലായതുകൊണ്ട് സന്ധ്യയ്ക്ക് ശേഷം കേട്ടോ ആളുകളെല്ലാം പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു തിരക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ ജുബാല കീസ്, അതായത് വേസ്റ്റ് എടുക്കുന്ന കവറാണ് കേട്ടോ അതായിരിക്കുന്നത്. ഇതൊക്കെ അതിന് പല സെക്ഷനാണ് കേട്ടോ, 55, 50. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 55-ൻ്റെതാണ്. 55-ൻ്റെ ഹൈ സൈസുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരെണ്ണമാണ്, അത് 50 തോന്നുന്നു കേട്ടോ. നമ്മൾ സ്ഥിരം എടുക്കുന്ന സാധനം എന്താ, യെസ് ഇവിടെയുണ്ട്, ഇതല്ലേ യെസ് ഇത് തന്നെയാണ്. 12 അല്ല, നമുക്ക് വേണമെങ്കിൽ 18 നോക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തിരിച്ചുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ബില്ലടിക്കാം. എന്തായാലും 55 യെസ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധനം എല്ലാം കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും മുതലാളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മേടിച്ചിട്ടുന്ന പാത്രം കൊടുക്കാനായിട്ട് നീ പോകണ്ട, പുള്ളിക്കാർ ആ വഴി പോകുന്നുണ്ട്, അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. നീ പോയിട്ട് റെഡി ആയിട്ട് വാ, 10 മണിയാകുമ്പോഴത്തേക്കും റിയാദ് പാർക്കിൽ മുതലാളി പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം, ഒന്ന് റെഡി ആവണം. 10 മണിയാകുമ്പോഴത്തേക്കും റിയാദ് പാർക്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഹൗസ് ഡ്രൈവറുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഇന്ന സമയമൊന്നുമില്ല, എപ്പോൾ വിളിച്ചാലും പൊയ്ക്കൊണ്ടേ ഇരിക്കണം. അത് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല, ഒന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല കേട്ടോ, അങ്ങനത്തെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോഴേ നമ്മൾ റെഡി ആവട്ടെ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.